അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പൊന്നിൻ ചിങ്ങമാസം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മാസമാണ്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ വാഴുന്ന വിശ്വമാനവ ലോകം മലയാളിക്ക് സമ്മാനിച്ച മാവേലി തമ്പുരാനെ വരവേൽക്കുന്ന മാസം. ശ്രീനാരായണീയരെ സംബന്ധിച്ച് ശ്രീനാരായണ ഭഗവാൻ തിരുവവതാരം ചെയ്ത പുണ്യമാസം. ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ കന്നി 9-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കോട്ടയം SNDP യൂണിയൻ സൈബർ സേനയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവിജ്ഞാന സന്ധ്യ എന്ന പ്രോഗ്രാം നടത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എന്നെ ഒരു പ്രഭാഷണത്തിനായി ഇവിടെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. കോലധീരേശസ്തവം എന്ന ഭഗവാന്റെ കൃതിയാണ് ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുദേവന്റെ സ്തോത്ര കൃതികളിൽ നമുക്ക് ഏറെ സുപരിചിതവും മനുഷ്യ ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ഭക്തി സാഗരത്തിൽ ആറാടിക്കാൻ പോന്ന ലളിതമായ പദവിന്യാസങ്ങൾ കൊണ്ട് ഭഗവാൻ വിന്യസിച്ചിരിക്കുന്ന, അതിശയപ്പെടുത്തിയിരിക്കുന്ന ഒരു കൃതിയാണ് കോലധീരേശ സ്തവം. ഇത് 10 പദ്യങ്ങളിലായിട്ടാണ് ഭഗവാൻ എഴുതി തന്നിരിക്കുന്നത്. 8ഓളം പദ്യങ്ങളിൽ ഭക്തൻ ഭഗവാന് നൽകുന്ന അർത്ഥനകളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഭജിക്കുന്ന ഈശ്വരന്റെ സവിധത്തിൽ ചെല്ലുമ്പോൾ, അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാറുണ്ട്. നമ്മളൊരു ലിസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. മനസ്സിൽ ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കി, അല്ലെ? ഇവിടെ അതുപോലെ ഭക്തൻ ഭഗവാനോട് ഓരോരോ ആവശ്യങ്ങൾ പറയുകയാണ്. ഈ കോലധീരേശ സ്തവം എന്ന കൃതിയുടെ രചന 1893 നടന്നത്. 1888 അരിപ്പുറം ശിവപ്രതിഷ്ഠയുടെ ശേഷം കൃത്യം 5 വർഷം തികഞ്ഞ 1893 മാർച്ച് മാസത്തിലാണ് ഭഗവാൻ തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കോലത്തുകരയിൽ കോലധീരേശനെ മംഗളമരുളുന്ന മംഗളസ്വരൂപിയായ ശിവനെ പ്രതിഷ്ഠിച്ചു നൽകിയത്. ശിവനെ പ്രതിഷ്ഠിച്ച് കോലധീരേശ സ്തവം എന്ന പേരിൽ ഭക്തർക്ക് നിത്യവും ജപിക്കുവാൻ ഒരു സ്തോത്രകൃതിയും ഭഗവാൻ രചിച്ചു കൊടുത്തു. കോലത്തുകരയെ സംബന്ധിച്ച് ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ശ്രീനാരായണ ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് മുമ്പും അതിനുശേഷവും ഭഗവാൻ പല പ്രാവശ്യം സന്നിഹിതനായ സ്ഥലമാണ് കോലത്തുകര. കോലത്തുകരയുടെ മാഹാത്മ്യം ഏറെ പറയാനുണ്ടെങ്കിലും കോലധീരേശ സ്തവമാണ് നമ്മുടെ കൃതി. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. കോലധീരേശ സ്തവം എന്ന തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കോലം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. തീരം എന്നാൽ കര അല്ലെങ്കിൽ മറുകര. ശരീരത്തിന്റെ മറുകര എത്തിക്കുന്ന ഈശൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. ശരീരത്തിന്റെ മറുകര എത്തിക്കുന്ന സമർത്ഥനായ ഈശനെ സ്തുതിച്ചുകൊണ്ടുള്ള
ഗീതമാണ് കോലധീരേശ സ്തവം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ശരീരബോധമുള്ളവരാണ്. ശരീരത്തിന് വേണ്ടി നമ്മൾ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നാം ശരീരമല്ല, അറിവാകുന്നു എന്ന ആ പരമമായ ബോധത്തിലേക്ക് എത്തുന്നതാണ് ഏറ്റവും വലിയ അറിവ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. ദൈവദശകത്തില് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻപത. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ഭവാബ്ധിക്ക്, ജീവിതമാകുന്ന ആ സംസാര സാഗരത്തിന്റെ മറുകര എത്തിക്കുന്ന നാവികനാണ് അവിടുന്ന്. നിന്റെ പദമാണ് അങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള ആവിക്കപ്പൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശരീരബോധത്തെ ഇല്ലാതാക്കി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയുക, അങ്ങനെ മോക്ഷത്തിലേക്ക് എത്തുക, ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക. അതാണ് കോലധീരേശ സ്തവം കൊണ്ട് ഒരു ഭക്തന് ലഭിക്കുന്ന പുണ്യമെന്നത്. നമ്മെ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന കൃതിയാണ് കോലധീരേശ സ്തവം. ഇതൊരു സ്തോത്രകൃതിയാണെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ഇതൊരു പ്രബോധനാത്മക കൃതിയുടെ വകുപ്പിലും വേണമെങ്കിൽ നമുക്ക് പെടുത്താം. കാരണം നമുക്ക് പരമമായ അറിവ്, പ്രബോധനം നൽകുന്ന ഒരു കൃതി കൂടിയാണ് കോലധീരേശ സ്തവം. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 10 പദ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതിലെ 8ഓളം പദ്യങ്ങളിൽ ഒരു ഭക്തൻ അവന്റെ ആവശ്യങ്ങൾ ഭഗവാനോട് പറയുകയാണ്, അവന്റെ അർത്ഥനകളാണ്. ഈ കൃതി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ ഭജിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്, സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ നമുക്ക് ജീവിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കൃതിയാണ് കോലധീരേശ സ്തവം. ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ഫാലാക്ഷൻ അധർമ്മിഷ്ടരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ഇവിടെ ഭഗവാന്റെ 2 ഭാവങ്ങളെ ഇവിടെ ശ്രീനാരായണ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. ശിവഭഗവാന്റെ 2 ഭാവങ്ങളെ, ഒന്ന് സൗമ്യമായ ഭാവവും ഒന്ന് രൗദ്രമായ ഭാവവുമാണ്. ചിലർക്ക് ഭഗവാൻ ഈ കോലധീരേശൻ അനുകൂലനാണ്, എന്നാൽ മറ്റു ചിലർക്കോ പ്രതികൂലനാണ്. ഇനി ആർക്കാണ് കോലധീരേശൻ അനുകൂലനായിട്ടുള്ളത്? കാലാശ്രയമെന്നായി അണയുന്നോർക്ക് അനുകൂലനാണ്. കാലാശ്രയമെന്നായി അണയുന്നോര് എന്ന് പറഞ്ഞാൽ കാലഗതിയുടെ അനുസരിച്ച്, കാലഗതിയുടെ നിയന്താവ് ഈശ്വരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, മറ്റാരുമില്ല ആശ്രയം, എനിക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവന് കാലം വരുത്തുന്ന മാറ്റങ്ങളെ, നമുക്കറിയാം കാലം ചെല്ലും തോറും നമുക്ക് ഉണ്ടാകുന്ന വൃദ്ധിക്ഷയങ്ങൾ നമുക്കറിയാം. നമ്മുടെ ശരീരമൊക്കെ ചുക്കിച്ചുളിയുന്നു, വാർദ്ധക്യം വരുന്നു, ജരാനരകൾ ഉണ്ടാകുന്നു, രോഗപീഠകൾ ഉണ്ടാകുന്നു, മരണാസന്നനാകുന്നു. ഇങ്ങനെയുള്ള കാലം വരുത്തുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുകയും അതുപോലെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം. കാലഗതിക്കനുസരിച്ച് ഇവ മാറിക്കൊണ്ടിരിക്കും. ആ സുഖ ദുഃഖങ്ങളെയൊക്കെ സമമനസ്സോടെ, സമമാനസരായി കണ്ടുകൊണ്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഇത് ഈശ്വരേച്ഛ അനുസരിച്ച് ജീവിക്കുന്നവര്, കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു എന്ന് പിണ്ടനന്ദിയിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് കാലാശ്രയമെന്നായി അണയുന്നൂര്. അങ്ങനെയുള്ളവർക്ക് കോലധീരേശൻ അനുകൂലനാണ്. എന്നാൽ അതായത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം എന്ന് വിചാരിക്കുന്ന, ആ തിരിച്ചറിവുണ്ടാകുന്ന, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും
സൃഷ്ടിക്കാനുള്ള സാമഗ്രിയുമൊക്കെ ഭഗവാൻ ഒരാള് മാത്രമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഈ കോലധീരേശൻ അനുകൂലനാണ്. എന്നാലോ മറ്റു ചിലർക്ക് ഈ കോലധീരേശൻ പ്രതികൂലനാണ്. ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ. ഫാലാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാലത്തിൽ അക്ഷിയോട് കൂടിയവൻ. ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം എന്നാണ് അർത്ഥം. നെറ്റിത്തടത്തിൽ കണ്ണോട് കൂടിയവൻ. ശിവഭഗവാന് മൂന്നാമതൊരു കണ്ണുണ്ടെന്ന് നമുക്കറിയാം. നെറ്റിത്തടത്തിൽ തൃക്കണ്ണ് എന്നൊക്കെ നമ്മൾ പറയും. ആ കണ്ണ് എപ്പോഴും തുറക്കാറില്ല. മറ്റ് രണ്ട് കണ്ണാണ് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. ഈ തൃക്കണ്ണ് തുറന്നിട്ടുള്ളത് നമുക്കറിയാം അധർമ്മിഷ്ഠരെ അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്നവരെയൊക്കെ അമർച്ച ചെയ്യാനാണ് ഭഗവാൻ ഈ കണ്ണ് തുറന്നിട്ടുള്ളത്. കാമനെ ചുട്ട കാര്യം നമുക്കറിയാം. കാമൻ വിവേകമില്ലാതെ ഭഗവാനോട് പെരുമാറിയപ്പോഴാണ് കാമനെ വകവരുത്തിയത്. മാർക്കണ്ഡേയനെ രക്ഷിക്കാനായിട്ട് കാലനെ ഭസ്മീകരിച്ചിട്ടുണ്ട്. അതുപോലെ അസുരന്മാരായ ത്രിപുരന്മാരെ ദഹിപ്പിക്കാൻ, അവരുടെ പുരവും ഒക്കെ ദഹിപ്പിക്കാനായിട്ട് ഭഗവാൻ ഈ തൃക്കണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അധർമ്മചാരികൾക്ക് ഈ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല, എനിക്ക് സുഖം വേണം, എനിക്ക് മാത്രം എല്ലാ സുഖവും വേണമെന്ന് വിചാരിച്ച് അഹങ്കരിച്ച് പണത്തിലും പദവിയിലും സമ്പത്തിലും ഐശ്വര്യത്തിലും ഒക്കെ ഭ്രമിച്ച് വലിയ വഴിപാടൊക്കെ വേണമെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി നടത്തി ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കൈക്കൂലി കൊടുത്ത് ഈശ്വരനെ കാര്യം സാധിക്കുന്നത് പോലെ ഈശ്വരനെ തന്റെ വരുതിയിലാക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവരെ, അങ്ങനെ ഉള്ള അധർമ്മിഷ്ഠരിൽ ഈ കോലധീരേശൻ പ്രതികൂലനാണ്. അപ്പം ധർമ്മിഷ്ഠരിൽ അനുകൂലനായും അതേസമയം അധർമ്മിഷ്ഠരിൽ പ്രതികൂലനായും കോലധീരേശൻ വർത്തിക്കുന്നു. എന്നിട്ട് അടുത്തതായിട്ട് ഭക്തന്റെ ഒരു അർത്ഥനയാണ്, ഭഗവാനോട് ഒരു ആവശ്യമാണ്. അങ്ങനെയുള്ള കോലധീരേശനോട് പറയുകയാണ്, പാലിക്കണമെന്നെ, എന്നെ കാത്തു രക്ഷിക്കണം, അവിടുന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം, എന്നെ കാത്തു രക്ഷിക്കണേ. അവിടുത്തെ ആ പാദ കമലങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനും എന്നെ അനുവദിക്കണേ, എന്നിൽ അനുഗ്രഹം ചൊരിയണേ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തില് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും ധർമ്മിഷ്ഠമാകണം, ധർമ്മത്തിൽ അധിഷ്ഠിതമാകണം. നമ്മുടെ ഓരോ കർമ്മങ്ങളും നോക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരന്റെ കണ്ണ് അവിടെ ഉണ്ട്, ഭഗവാന്റെ കണ്ണ് അവിടെ ഉണ്ട് എന്നൊക്കെയുള്ള വിചാരത്തോടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നൊക്കെ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാർ ആലോകന മാത്രേണ ഭരിക്കുന്നനുവേലം ഈ ലീലകളാടുന്നവനാണ്ടിടണമെന്നെ കോലത്ത് കരക്കോവിലിൽ വാഴും പരമേശൻ. പരമേശൻ എന്നാണ് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ ഭഗവാനെ പറയുന്നത്. അപ്പൊ പരമേശൻ, കോലത്തുകര കുടികൊള്ളുന്ന പരമേശനോടാണ് ആദ്യത്തെ ശ്ലോകത്തിലും പറയുന്നത്. പരമായിട്ടുള്ള ഈശ്വരൻ, ഈശൻ, പരമേശ്വരൻ, പരമ്പൊരുൾ എന്നൊക്കെ നമുക്ക് അർത്ഥമെടുക്കാം. അതുപോലെ പരം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒന്നുമില്ലാത്തതെന്നാണ് അർത്ഥം. സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ഈ കോലധീരേശൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പുറത്തൊന്നുമില്ലാത്തത് പരബ്രഹ്മത്തിനാണല്ലോ. ആ പരബ്രഹ്മമൂർത്തിയായ കോലധീരേശനോടാണ് ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ ലോകമശേഷം ക്ഷണമാത്രേണ ആരാണോ സൃജിക്കുന്നത്, ഈ സമസ്ത ലോകത്തെയും ഒരു നിമിഷ നേരം കൊണ്ട് ആരാണോ സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, ഭഗവാന് കാളിനാടകത്തില് ശ്രീനാരായണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുതാ സംഭരിച്ചും. അവിടെയും ദേവിയെ സാക്ഷാൽ പരബ്രഹ്മമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അങ്ങനെ
ക്ഷണമാത്രം കൊണ്ട്, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഈ ലോകത്തിലെ സർവ്വ ചരാചരങ്ങളെയും സർവ്വജീവിയെയും, ആന മുതൽ അണു മുതൽ നീലത്തിമിംഗലം വരെയുള്ള സർവ്വ ജീവികളെയും, സമസ്ത ജീവികളെയും. പിണ്ടനന്ദിക്കകത്ത് പറയുന്നുണ്ട്, കല്ലിനകത്ത് കുടിവാഴും ഒരല്പജന്തു ഒന്നല്ല നിന്റെ കൃപയിൽ അറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രന്. അപ്പം കല്ലിനകത്ത് കുടിവാഴുന്ന, കല്ലിനകത്ത് ജീവിക്കുന്ന കൃമി കീടങ്ങൾ മുതൽ, അത്രയ്ക്ക് നിസാര ജീവി മുതൽ അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനെ വരെ സംരക്ഷിക്കുന്ന, അങ്ങനെ ഈ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് ആരാണോ? അടുത്ത വരിയിൽ പറയുന്നത് എന്താണ്? ഈ ലോകം അശേഷം ക്ഷണമാത്രേണ സൃജിച്ചിട്ട് ആലോകന മാത്രേണ ഭരിക്കുന്ന അനുവേലം. അനുവേലം എന്ന് പറഞ്ഞാൽ സദാ, എല്ലായ്പ്പോഴും ആരാണോ ആലോകന മാത്രേണ, ഒരു ചെറിയ ഒരു നോട്ടം കൊണ്ട്, ഒരു കടക്കൺ നോട്ടം കൊണ്ട് ഈ സൃഷ്ടികളെയൊക്കെ, തൻ്റെ മക്കളെയൊക്കെ എപ്പോഴും നോക്കുക എന്ന് പറഞ്ഞാല് രക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും ചെയ്യുന്നത് ഈ കോലധീരേശനാണ്. നമ്മൾ സൃഷ്ടി ചെയ്യുന്നത് ബ്രഹ്മാവാണ്, സ്ഥിതി മഹാവിഷ്ണുവാണ്, രക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഹാരമൂർത്തിയാണ് ശിവൻ എന്നൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും എല്ലാം കോലധീരേശൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ്. ത്രിമൂർത്തികൾക്കൊക്കെ മുകളിലുള്ള പരബ്രഹ്മമൂർത്തിയായിട്ടാണ് ഭഗവാൻ ഇവിടെ കോലധീരേശനെ കാണുന്നത്. ആരാണോ സദാസമയവും തൻ്റെ സൃഷ്ടികളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിണ്ടനന്ദിയിൽ പറയുന്നുണ്ടല്ലോ, 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ. പിണ്ടം നന്ദി പറയുകയാണ്. 4-5 മാസം, 9 മാസത്തോളം അവിടുന്ന് 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഒക്കെ അവിടുന്ന് നയനങ്ങൾ വെച്ച് കണ്ണ് തെറ്റാതെ പരിരക്ഷിച്ച എന്നെ എന്ന് പറയുന്നത് പോലെ ഈ സൃഷ്ടിജാലങ്ങളെയെല്ലാം, സമസ്ത സൃഷ്ടികളെയും സൃജിച്ചും ഭരിച്ചും ഇരിക്കുന്ന കോലധീരേശനോട് ഭക്തൻ പറയുകയാണ്, ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ച് ആലോകന മാത്രേണ ഭരിക്കുന്ന അനുവേലം എന്നെ ആണ്ടിയിടണം. അടുത്തായിട്ട് ഭക്തന്റെ പ്രാർത്ഥന എന്താണ്? ആദ്യത്തേതിൽ എന്നെ പാലിക്കണമെന്നായിരുന്നു. രണ്ടാമത്തേൽ എന്താ പറയുന്നത്? കോലത്തുകര കുടികൊള്ളുന്ന പരമേശൻ എന്നെ രക്ഷിക്കണം. അവിടെയും പറയുന്നത് രക്ഷിക്കണമെന്നാണ്. അപ്പൊ ഭഗവാന്റെ ലീലയാണ്. ഈ ലീലകൾ ആടുന്നവൻ ആണ്ടിയിടണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്. സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭഗവാന്റെ ഒരു ലീലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെല്ലാം ഇരുന്നാണ് ആളുകൾ ഒരേ സമയം ഭഗവാനെ വിളിക്കുന്നത്. എന്തെല്ലാം ആവശ്യങ്ങളാണ്, എന്തെല്ലാം പരാതികളാണ്, പരിഭവങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പൊ അവരെ എല്ലാം ശ്രദ്ധിച്ച്, അവരുടെ എല്ലാം പരാതികള് ശ്രദ്ധാപൂർവം കേട്ട് പരിഹരിച്ച്, സൃഷ്ടിക്കേണ്ടവരെ സൃഷ്ടിച്ചും സംഹരിക്കേണ്ടവരെ സംഹരിച്ചും ഒക്കെ നടത്തുന്ന ഒരു ലീലയാണ്, അല്ലെങ്കിൽ ഒരു കളിയാണ് എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇത്. അപ്പൊ ഭഗവാൻ ഒരു സംവിധായകനാണ്. ഒരു നാടകത്തിന്റെ രചനയും സംവിധാനവും ഒക്കെ ഭഗവാനാണ് ചെയ്യുന്നത്. അതിലെ വേഷം കെട്ടുന്ന വെറും നടീനടന്മാർ മാത്രമാണ് നമ്മളെ പോലെയുള്ളവരെന്ന് ഇവിടെ പറയുകയാണ്. ആ സംവിധായകനാണ് തീരുമാനിക്കുന്നത് ഏത് കഥാപാത്രമാണ് ഓരോരുത്തർക്കും നൽകേണ്ടത്, അവരെത്ര നാള് ഇവിടെ ആ വേഷം കെട്ടി ആടണം, എപ്പോൾ ആ വേഷം കെട്ടൽ അല്ലെങ്കിൽ അഭിനയം അവസാനിച്ച് തിരിച്ചു പോകണമെന്നൊക്കെ ആ മഹാസംവിധായകനാണ് തീരുമാനിക്കുന്നത്. ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ പറയുന്നുണ്ടല്ലോ, വേഷം എനിക്ക് എന്തെന്ന് വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. അല്ലയോ ഭഗവാനെ, അല്ലയോ വിഭോ, അവിടുന്നാണ് എനിക്ക് എന്റെ വേഷം എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഈ ലോകത്തിന് പ്രിയമായിട്ട് നടനം ചെയ്യുക മാത്രമാണ് എൻ്റെ കർത്തവ്യമെന്ന്. അപ്പൊ അങ്ങനെയുള്ള ആ കോലധീരേശനോട് രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഒരു ക്ഷണം മാത്രം കൊണ്ട് ഈ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചും അതുപോലെ ഒരു കടക്കൺ നോട്ടം കൊണ്ട് മാത്രം അവരെ രക്ഷിച്ചും ഇരിക്കുന്ന കോലധീരേശ, അവിടുത്തെ ലീലകളാണിതൊക്കെ.
ആ ലീലകളിൽ എന്നെ പെടുത്തി എന്താണ് എന്നെ രക്ഷിക്കണം, എന്നെ ആണ്ടിയിടണം, എന്നെ പരിപാലിക്കണം എന്നാണ് ഭക്തന്റെ ഭഗവാനോടുള്ള രണ്ടാമത്തെ പദ്യത്തിലുള്ള പ്രാർത്ഥന. അടുത്ത മൂന്നാമത്തെ പദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സർവാശ്രയമെങ്ങും നിറയുന്നോനഭിഭക്തർക്ക് യുവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൻ ആലസ്യമൊഴിച്ച പരബോധം തരണം മേ കോലത്തു കരക്കോവിലിൽ വാഴും പരമേശൻ. അടുത്തായിട്ട് ഭക്തൻ പറയുവാണ്, എനിക്ക് പരബോധം തരണം. ഓരോ പദ്യത്തിലും ഓരോ പോയിന്റുകൾ അല്ലെന്താണ് ഒരു പോയിന്റ് എന്ന് വേണം നമുക്കറിയാം. ഭക്തൻ ഭഗവാനോട് ഒരു അർത്ഥന നടത്തുകയാണ്. ഇവിടെ പറയുന്നത് ആലസ്യമൊഴിച്ച് എനിക്ക് പരബോധം തരണം എന്നാണ്. ഇനി ആരോടാണ് പറയുന്നത്? സർവാശ്രയഭൂതനായ പൊന്നു തമ്പുരാനോട്, കോലധീരേശനോട് പറയുവാണ്. അവിടുന്ന് എല്ലാവർക്കും ആശ്രയഭൂതനാണ്, സമസ്ത പ്രപഞ്ചത്തിനും ആശ്രയഭൂതനാണ് അവിടുന്ന്, സർവാശ്രയം. അടുത്തായിട്ട് പറയുന്നു, എങ്ങും നിറയുന്നു, എല്ലായിടത്തും നിറയുന്നവനാണ്, സർവ്വവ്യാപിയാണ്. അങ്ങനെയുള്ള കോലധീരേശനോട് പറയുവാണ്, സർവാശ്രയം എങ്ങും നിറയുന്നോൻ അഭിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിന് ധരിപ്പോൻ. എല്ലായിടത്തും നിറയുന്നവനായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഓരോ രൂപങ്ങൾ ധരിക്കുന്നു. ഇവിടെ ശിവരൂപത്തില്, കോലധീരേശന്റെ രൂപത്തില് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സഗുണാരാധനാ സമ്പ്രദായം. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ ആരാധനാ രീതിയാണ് സഗുണാരാധനാ രീതി എന്ന് പറയുന്നത്. അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഈശ്വരനെ ഭജിക്കാനായിട്ട് ഒരു രൂപം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രൂപം ഇല്ലാത്തവൻ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മവിലാസം എന്ന് പറയുന്ന ഗദ്യകൃതിയിൽ പറയുന്നുണ്ട്, ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും വായില്ലാതെ സംസാരിക്കുകയും നാവില്ലാതെ രുചിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു ചിത്പുരുഷനാകുന്നു. അപ്പൊ അങ്ങനെ നാമരൂപ രസഗന്ധരഹിതനായ ഭഗവാനെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഭജിക്കുന്നത്? നമുക്ക് എന്താണേലും എന്തെങ്കിലും ഒന്ന് കണ്ടാലാണ്, നമുക്ക് ഒരു രൂപം കണ്ടാലാണ് നമുക്ക് ഭജിക്കാൻ. സാധാരണ ഭക്തരെ സംബന്ധിച്ചാണ്. അങ്ങനെയുള്ളവർക്ക് ഭജിക്കാനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു വേഷം, ഒരു രൂപം ധരിച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ചെന്ന് അധ്യാപകൻ പറയുകയാണ്, ഭൂമി ഉരുണ്ടതാണ്. ഭൂമിയുടെ ഒരു വശത്ത് രാത്രിയായിരിക്കുമ്പോൾ മറുവശത്ത് പകലായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ കുട്ടി നോക്കുമ്പോഴത്തേനും ഭൂമി പരന്നിരിക്കുന്നു, എല്ലായിടത്തും ഒരുപോലെ പകലും രാത്രിയും ഒക്കെ കാണുന്നു. അപ്പൊ ഇതവനെ മനസ്സിലാക്കാനായിട്ട് അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ഗ്ലോബ് കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, ഇതാണ് ഭൂമിയുടെ ആകൃതി, ഇതുപോലെ ഭൂമി ഉരുണ്ടാണിരിക്കുന്നത്, ഇതുപോലെ ഒരു സാങ്കല്പികമായ അച്ചുതണ്ടിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ടോർച്ച് കൊണ്ടുവന്നിട്ട് അത് പ്രകാശിപ്പിച്ചിട്ട് പറയുന്നു, ഇത് സൂര്യനാണെന്ന് വിചാരിക്കുക. സൂര്യന്റെ പ്രകാശം പതിയുന്ന സ്ഥലത്ത് കണ്ടോ, ഇവിടെ പകലായിരിക്കും, അപ്പോൾ മറുവശത്ത് രാത്രിയായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്നു, അറിവുണ്ടാകുന്നു. എന്ന് പറഞ്ഞതുപോലെ സാധാരണക്കാരനായ ഒരു ഭക്തന് ഈശ്വരനെ ഭജിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ്, രൂപമോ അല്ലെ, നാമരൂപ രസഗന്ധരഹിതനായ ഈശ്വരനെ ഭജിക്കാൻ. അതിനാണ് ഋഷീശ്വരന്മാർ നമുക്ക് സഗുണാരാധനാ സമ്പ്രദായം പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രീനാരായണ ഭഗവാനും സഗുണാരാധനാ രീതിയാണ് നമുക്ക് കാട്ടിത്തന്നത്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ അനേകം ദേവതകളെ പ്രതിഷ്ഠിച്ചത് എന്തിനു എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു മറുപടി ഇതാണ്, എന്താണ്? സാധാരണക്കാർക്ക് ഭജിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സഗുണാരാധനാ രീതി ആവശ്യമാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങും നിറയുന്നവനാണെങ്കിലും സർവ്വവ്യാപിയാണെങ്കിലും അവിടുന്ന് ഇവിടെ ഒരു രൂപം ധരിച്ചിരിക്കുന്നു.
എന്നിട്ട് പറയുകയാണ്, ആലസ്യമൊഴിച്ച് എനിക്ക് പരബോധം തരണം. ഏറ്റവും മഹത്തായ ഒരു ആവശ്യമാണ് ഇവിടെ ഭക്തൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് പരബോധം തരണം, പരമമായ ബോധം, പരമമായ സത്യം. മുമ്പേ പറഞ്ഞ ഞാൻ ശരീരമല്ല അറിവാകുന്നു എന്നുള്ള ആ സത്യത്തിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര സാന്നിധ്യം തന്നെയാണ് അടുത്തു നിൽക്കുന്ന ആളിന്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യമെന്ന് തിരിച്ചറിയുന്ന പരമമായ ബോധത്തിലേക്ക് എത്തണം. പക്ഷെ ആലസ്യമാണ്. ആലസ്യം എന്ന് പറഞ്ഞാൽ മടി എന്നാണ് ഇവിടെ അർത്ഥമെങ്കിലും, നേരിട്ട് ആ വാക്കിന്റെ അർത്ഥമെങ്കിലും ഇവിടെ മടി എന്നല്ല, നമ്മള് എന്താണ് ഇങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളിലൊക്കെ ഭ്രമിച്ച് ഉണ്ടും ഉറങ്ങിയുമൊക്കെ ഈശ്വര ചിന്ത, ഈശ്വരനോട് അടുക്കാതെ, അതാണ് ഇവിടെ ആലസ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചിടേണം അശനം പുണരേണം എന്നിവണ്ണം ആണ് ഈ അനേക വികല്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. എപ്പോഴും എന്താണ്? ഉണരണം, ഉറങ്ങണം, പിന്നെ പുണരണം, ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള ഭ്രമങ്ങളിലൊക്കെ പെട്ട്, മായാഭ്രമങ്ങളിലൊക്കെ പെട്ട് ഈശ്വരനോട് അല്ലെ ഈശ്വര ചിന്തയോട് അകന്ന് നമ്മൾ പോവുകയാണ്. അതാണ് ആലസ്യം എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ആലസ്യമൊക്കെ മാറ്റി എന്തു തരണം? പരമമായ ആ സത്യത്തിലേക്ക്, ആ പരമമായ അറിവിലേക്ക്, ആ പരബ്രഹ്മ സ്വരൂപനെ അറിയാൻ, ഈശ്വരനെ അറിയാനായിട്ട് എനിക്ക് അനുഗ്രഹം തരണേ. എപ്പോഴും അങ്ങയുടെ പദതാരികൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഈശ്വര ഭജനം ചെയ്യാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ കോലധീരേശ എന്നാണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത പദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലും ഒന്നിങ് ആലോചന കൂടാതബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തു കരക്കോവിലിൽ വാഴും പരമേശൻ. അവിടെ എന്താണ് പറയുന്നത്? നമ്മളെല്ലാവരും നമ്മൾ പറയും സമാധാനമില്ല എന്ന് പറയും. ഇന്നത്തെ ആളുകളുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റവും പറയുന്നത് എന്താണ്? ഇന്ന് സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് ആൾക്കാർക്ക്, അല്ലെ? ഇഷ്ടം പോലെ എന്താണ് സമ്പത്തും സ്ഥലവും അതുപോലെ തന്നെ വാഹനങ്ങളും, അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളിലും പെട്ടാണെങ്കിലും ആളുകളോട് ചോദിച്ചാൽ പറയും ഒരു കുറവുണ്ട്, എന്താണ്? സമാധാനമില്ല എന്ന്. എന്നിട്ട് നമ്മൾ അതിന് മറ്റുള്ളവരെ പഴിക്കും. എന്റെ സമാധാനത്തിന്റെ എന്താണ് സമാധാനം ഇല്ലാതാക്കുന്നത് എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, ഭാര്യയുടെ പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ മക്കളുടെ ചെയ്തികളാണ്, അതും അല്ലെങ്കിൽ അയൽവക്കംകാരന്റെ കുഴപ്പമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ പഴിക്കും. പക്ഷെ നമ്മുടെ സമാധാനത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ പ്രവൃത്തികളുടെ ദോഷം കൊണ്ട് മാത്രമാണ് സമാധാനമില്ലാതെ അലയേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളെ സമാധാനത്തിൽ നിന്നൊക്കെ അകറ്റുന്ന, അല്ലെ നമ്മുടെ പ്രവൃത്തികള് ദോഷമൊക്കെ ആക്കുന്ന കുറച്ച് കാര്യങ്ങള് നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ ജീവിതത്തിലുണ്ട്. അവയെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലും ഈ 4-ാമത്തെ പദ്യത്തിലും 5-ാമത്തെ പദ്യത്തിലും പറയുന്നത്. ആദ്യം പറയുവാണ്, ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്ന്, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. ലോചനം മുതലായ, ലോചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണെന്നാണ്. അത് നമ്മൾക്കറിയാം ഏതാണ്? പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ണ് തൊട്ടാണ് പറയുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്ക് അനുഭവങ്ങളും അറിവുകളും ഒക്കെ തരുന്നത്. പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഈ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ്. പക്ഷെ ഈ ഇന്ദ്രിയങ്ങളുടെ ഒരു കുഴപ്പമുണ്ട്. ഇതെന്ത് ചെയ്യും? നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണ് പറയും ദാ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നല്ല കാഴ്ചയുണ്ട്. ചെവി പറയും ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല കേൾവിയുണ്ട്. അല്ലെങ്കിൽ നാവ് പറയും ദാ ഇങ്ങോട്ട് വാ, നല്ല രുചിയാണ്. നമ്മൾ അതിന്റെ പുറകെ പോകുന്നു, നമ്മുടെ വയറും ആരോഗ്യവും ഒക്കെ കേടാക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളിൽ പെട്ട് അവ വിളിക്കുന്ന പുറകെ പോയി ഓരോ ഏടാകൂടത്തിലൊക്കെ ചെന്ന് പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സമാധാനം ഇല്ലാതാകുന്നു. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയ ശുദ്ധി.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞാൽ. ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ, ഒളിമുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞ് കീഴ്മറിച്ച് വെളി ഒരു വേന്തി അകം വിളങ്ങിടേണം. ഈ 5 കിളികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. സുഖഭോഗങ്ങളാകുന്ന ആ പഴമുണ്ട്, നാറും നളികയിൽ എന്ന് പറഞ്ഞു ഇവിടെ ആ ശരീരത്തില് വസിക്കുന്ന ഈ 5 കിളികൾ നമ്മളെ ഓരോരോ തെറ്റുകളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നു. അപ്പൊ അവയുടെ പിന്നാലെ പോകാതെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് എന്താണ്? ഈ ലോചനം ആതീന്ദ്രിയം ഏതെങ്കിലും ഒന്ന് പറയുന്നത് എന്താണ്? ആലോചന കൂടാതെ അബദ്ധത്തിൽ അണഞ്ഞാൽ. അബദ്ധം എന്ന് പറഞ്ഞാൽ തെറ്റായ വഴി. തെറ്റായ വഴിയിലേക്ക് പോയാൽ ആലോചന കൂടാതെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആലോചന ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ പ്രവൃത്തി, തെറ്റായ പ്രവൃത്തി നമുക്കറിയാം, നമ്മുടെ മനസാക്ഷി ആ സമയത്ത് നമ്മളെ വിലക്കും. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഒന്ന് ആലോചിക്കണം, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഇപ്പോഴോ ഭാവിയിലോ പ്രയോജനം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ദോഷം ഇതുകൊണ്ടുണ്ടാകുമോ? എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തില്, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന നാടിന്, നാട്ടുകാർക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കുമോ ഈ പ്രവൃത്തി എന്ന് ചിന്തിച്ചാൽ നമ്മൾ അതിലേക്ക് പോകത്തില്ല. അപ്പോൾ ആലോചനയില്ലാതെ ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇപ്പൊ ശ്രീനാരായണ ഭഗവാൻ പറയുകയാണ്, ആലോചന കൂടാതെ അബദ്ധത്തിങ്കിലേക്ക് പോകാൻ ഒരുങ്ങിയാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കണം. ഭഗവാനെ ആ ലാക്കിൽ തന്നെ, ലാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിമിഷം തന്നെ, ആ നിമിഷം തന്നെ എനിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ, സന്മതി തോന്നിക്കണേ. ഒത്തിരി അങ്ങനെയൊക്കെ പോയി അങ്ങ് ചീത്തപ്പേരൊക്കെ നാട്ടിലെല്ലാം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ദുഷ്പ്രവൃത്തിയിലേക്ക് ഞാൻ പോകാൻ ഒരുങ്ങിയാൽ ആ നിമിഷം തന്നെ എനിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. ഇവിടെ ഭഗവാനോട് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ഇതിലെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, എനിക്ക് സന്മതി തരണേ എന്നാണ്. ആലോചനയില്ലാതെ ഞാൻ അബദ്ധത്തിങ്കിലേക്ക് പോയാൽ ആ നിമിഷം തന്നെ എനിക്ക് സന്മതി തോന്നിക്കണേ എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധി സ്ഥിരമായിട്ടൊന്നും കൈവശം വെക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ 3 വാനര പ്രതിമകൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് ചെവി പൊത്തിയിരിക്കുന്നത്, ഒന്ന് വാ പൊത്തിയിരിക്കുന്നത്, ഒന്ന് കണ്ണ് പൊത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നത്? കാണേണ്ടത് കണ്ടാൽ മതി, കേൾക്കേണ്ടത് കേട്ടാൽ മതി, എന്താണ് അതുപോലെ പറയേണ്ടത് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ അവയവങ്ങളെ, ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ സമാധാനം എപ്പോഴും തകരുന്നത്. ഓരോ പ്രവൃത്തികളിൽ ചെന്നേർപ്പെടുന്നു, നമുക്ക് നമ്മുടെ അതിന്റെ ഫലം ആത്യന്തികമായിട്ട് ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ദുഃഖത്തിൽപ്പെടുന്നു, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമാധാനത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അടുത്ത ശ്ലോകവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് പോകുന്നത്. കൈകാൽ മുതലാം എന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങവിവേകാൽ വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ. അടുത്തത് പറയുന്നത് മുമ്പേ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണെങ്കിൽ ഇപ്രാവശ്യം പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച്. കൈകാൽ മുതലായ കർമ്മേന്ദ്രിയങ്ങൾ, കയ്യ് കാല് നമുക്കറിയാം. അതുകൂടാതെ ഏതൊക്കെയാണ്? വാക്ക്, ഉപസ്ഥം, പായു, ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയം, ഉപസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനേന്ദ്രിയം. അപ്പം കയ്യും കാലും കൂടാതെ വാക്കും വിസർജനേന്ദ്രിയവും ജനനേന്ദ്രിയവും അടങ്ങുന്നതാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ഞാൻ ഒരു വേണ്ടാത്ത പണിക്കും പോകരുതേ, അല്ലെ ഞാൻ വേണ്ടാത്ത പ്രവൃത്തികളിലേക്ക് പോകരുതേ എന്നാണ് പറയുന്നത്. കൈകാൽ മുതലാം എന്നോട് അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മം ഒഴിഞ്ഞങ്ങ് അവിവേകാൽ
വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കണേ അവിവേകം കൊണ്ട്. മുമ്പേ ഭഗവാൻ പറഞ്ഞു ആലോചനയില്ലാതെ, ഇവിടെ പറയുകയാണ് അവിവേകം കൊണ്ട്. അവിവേകം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള, വിവേകത്തോടെ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളിലേക്ക് പോകത്തില്ല. അപ്പൊ അവിവേകം കൊണ്ടാണ്. ആ അവിവേകത്തെ നിയന്ത്രിക്കണം. ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, വിവേകം താനേ വരുമോ, യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. വിവേകം മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു ഗുണമാണ്. അപ്പൊ ആ വിവേകമില്ലാത്തത് കൊണ്ട് ഞാൻ അവിവേകത്താൽ ഞാൻ ഇങ്ങനെ ആലോചനയില്ലാതെ വയ്യാത്തത് ഒന്നും ചെയ്യരുതേ, അതിന് എന്നെ തുനിയാതാക്കണേ. ഇവിടുത്തെ ഭക്തന്റെ പ്രാർത്ഥന എന്താണ്? വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കണേ എന്റെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്. അപ്പം 4ഉം 5ഉം ശ്ലോകങ്ങളില് ഇന്ദ്രിയങ്ങളുടെ ശുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങളുടെ പറയുന്നു, രണ്ടാമത് കർമ്മേന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ മോശം മാർഗത്തിലേക്കൊന്നും പോകരുതേ, പോകാൻ ഇടയാകാൻ ഒരുങ്ങിയാൽ തന്നെ ആ നിമിഷം തന്നെ എന്നെ തിരിച്ച് വിളിക്കണേ, എന്നെ നേരായ വഴി കാണിച്ചു തരണേ. അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ ചേർന്ന് സത്യവും ധർമ്മവും എന്താണെന്ന് തിരിച്ചറിയാനും സത്യത്തിന്റെ മാർഗത്തിലൂടെയും ധർമ്മത്തിന്റെ മാർഗത്തിലൂടെയും ചരിക്കാനും എന്നെ അനുഗ്രഹിക്കണേ. സദാചാരത്തിൽ പറയുന്ന പോലെ സത്യവും ധർമ്മവും വേണം, ആയുസ് നിൽക്കുകയില്ലാർക്കും ഓർക്കുക. അപ്പൊ ഈ 2 ശ്ലോകങ്ങള് കോലധീരേശ സ്തവം നമ്മൾ നിത്യവും പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ 2 ശ്ലോകങ്ങളെങ്കിലും നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുകയും പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും നമ്മുടെ മക്കളെ നമ്മൾ ഇത് പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ എന്നും ഇത് അർത്ഥമറിഞ്ഞ് അവരെ കൊണ്ട് ചൊല്ലിച്ചു കഴിയുമ്പോൾ അവരെന്തെങ്കിലും ഒരു തെറ്റായ രീതി, നമുക്കറിയാം ഇന്ന് കുട്ടികളെല്ലാം വഴിതെറ്റുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അവരെന്തെങ്കിലും ഒരു വഴിതെറ്റുന്ന ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവര് ആ ഗുരുദേവന്റെ ഈ വചനങ്ങൾ, ഈ ശ്ലോകങ്ങൾ, ഈ പദ്യം ഓർത്ത് അവര് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരും തീർച്ചയായും. അതുകൊണ്ടാണ് കോലധീരേശ സ്തവം നിത്യം പ്രാർത്ഥനയാക്കണം, കുഞ്ഞുങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 2 ശ്ലോകങ്ങൾ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം, ഹേ കാമദ കാമാന്തക കാരുണ്യപയോധേ, ഏകീടണമേ സൗഖ്യമിനിക്കൻപൊടു ശംഭോ, കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ. അടുത്തായിട്ട് പറയുകയാണ്, എന്റെ രോഗാദികളെല്ലാം ഒഴിവാക്കണേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഏറ്റവും വലയുന്ന ഒരു സന്ദർഭമാണ് രോഗങ്ങൾ പിടിപെടുക എന്ന് പറയുന്നത്. അപ്പം രോഗാദികളൊന്നും എനിക്ക് ഉണ്ടാക്കരുതേ. ഗുരുദേവൻ തന്നെ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ. അപ്പൊ കഷ്ടപ്പാട് കൂടാതെ ഈ ലോകത്തില് ജീവിക്കാനായിട്ട്, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ പറയും. മറ്റെന്തെല്ലാം സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് നല്ല ആരോഗ്യം തന്ന് രോഗാദികളൊന്നും ഉണ്ടാകാതെ എന്നെ പരിരക്ഷിക്കണേ. എനിക്ക് അങ്ങനെയുള്ള ദുഃഖമൊന്നും തരരുതേ. 3 ദുഃഖങ്ങളാണ്, 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആധ്യാത്മിക ദുഃഖം, ആധി ഭൗതിക ദുഃഖം, ആധി ദൈവിക ദുഃഖം നമ്മൾ പറയുന്നതാണ്. അതില് രോഗങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മിക ദുഃഖത്തിന്റെ പരിധിയിൽ പെടുന്നവയാണ്. അപ്പം ആ രോഗാദികളൊന്നും എനിക്ക് ഉണ്ടാകരുതേ എന്ന് ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. രോഗാദികൾ എന്ന് പറയുമ്പോൾ ഇവിടെ വെറുതെ നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മാത്രമല്ല, ദുഷിച്ച കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്തും, അല്ലെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന എന്തും ദോഷങ്ങളാണ്. അമിത ചിന്തയും അമിത ഉത്കണ്ഠയും ഒക്കെ എന്താണ്? നമ്മുടെ ദോഷങ്ങളാണെന്ന് നമുക്ക് വേണേൽ പറയാം. എന്നിട്ട് ഗുരുദേവൻ അടുത്തായിട്ട് പറയുവാണ്, അടുത്തായിട്ട് 3 വിശേഷണങ്ങളാണ് കോലധീരേശന് നൽകുന്നത്. ഹേ കാമദ കാമാന്തക കാരുണ്യ പയോധേ. അല്ലയോ കാമതൻ. കാമതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാമത്തെ നൽകുന്നവൻ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആഗ്രഹത്തെ നൽകുന്നവനാണ് അവിടുന്ന്. ഭക്തന്റെ ആവശ്യങ്ങളെ നൽകുന്നവനായ കോലധീരേശ, എനിക്ക് രോഗാദികളൊന്നും ഉണ്ടാക്കരുതേ. രണ്ടാമത് പറയുന്നു കാമാന്തക.
കാമാന്തകൻ എന്നുള്ളിടത്ത് കാമദേവന്റെ അന്തകൻ എന്നും അർത്ഥമെടുക്കാം. പക്ഷെ ഇവിടെ കാമത്തെ ഇല്ലാതാക്കുന്നവനെ, ആഗ്രഹങ്ങളുടെ അന്തകനായിട്ടുള്ളവനെ. അപ്പൊ ആദ്യം പറഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നവനെ. ഇപ്പൊ പറയാണ് ആഗ്രഹങ്ങള് ചുട്ടരിച്ച് കളയുന്നവനെ, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നവനെ. ഇതെങ്ങനെയാ യോജിക്കുന്നത്? അപ്പൊ ഒരിടത്ത് പറയുന്നു ആഗ്രഹങ്ങളെല്ലാം തരുന്നവനാണ്, രണ്ടാമത് പറയുന്നു ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നവനാണ്. എന്താണ്? ഭക്തന്റെ ന്യായമായ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ സാധിച്ചു തരുന്നു. അമിതമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ഇല്ലാതാക്കുന്നവനാണ് ആര്? കോലധീരേശൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അമിതമായ ആഗ്രഹങ്ങൾ പാടില്ല. നമ്മളെല്ലാം ഒരാഗ്രഹം ഭഗവാനോട് പറയുന്നു, സാധിക്കുന്നു, ഉടനെ അടുത്ത ആഗ്രഹം ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് നമ്മൾ, അല്ലെ? ആശയായുള്ള പാശം അതിങ്കേന്ന് വേർവിടാതെ കരയേറുന്ന മേൽക്കുമേൽന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ തന്നെ നല്ല ആഗ്രഹങ്ങൾ, വേണ്ട ആഗ്രഹങ്ങളാണ് ഭഗവാൻ സാധിച്ചു തരും. വേണ്ടാത്ത ആഗ്രഹം, ദുരാഗ്രഹം പാടില്ല. നമുക്കറിയാം ദുരാഗ്രഹങ്ങളിൽപ്പെട്ട എത്രയോ വലിയ വലിയ ആളുകൾക്ക്, മഹാനുഭാവന്മാർക്ക് പോലുമാണ് ആപത്തുണ്ടായിരിക്കുന്നത്. സീതയുടെ ഒരു ചാബല്യത്തോടെയുള്ള ഒരു ദുരാഗ്രഹം, സ്വർണ്ണമാനിനെ ഇപ്പൊ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് രാമനെ പോലും ആപത്തിലേക്ക് കൊണ്ടുപോയത്. രാവണനോ മറ്റൊരാളുടെ ഭാര്യ ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ രാവണന്റെ അന്ത്യം കുറിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് അമിതമായ അല്ലെങ്കിൽ അനാവശ്യമായ ആഗ്രഹത്തിന്റെ പുറകെ പോയി ആപത്ത് വരുത്തി വെക്കുന്നവരെ കാണാം. അപ്പൊ ഇവിടെ കോലധീരേശൻ ഒരു പിതാവിനെ പോലെയാണ്. മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, എല്ലാം അറിഞ്ഞ് ഭഗവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലേണമോ, എടുത്തു ചൊല്ലേണ്ട ആവശ്യമില്ല, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ് ഭഗവാൻ. ഇവിടെ മക്കളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു അച്ഛനെ പോലെ അല്ലെ ഒരു അമ്മയെ പോലെ. ഇങ്ങനെ ആയിരിക്കണം ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ്. നമ്മളെല്ലാം ഇന്ന് കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. കാരണം അവർക്ക് സങ്കടം ഉണ്ടാകരുതെന്ന് വിചാരിച്ച്. പക്ഷെ വേണ്ടാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ അത് അവർക്ക് ആപത്താണ് ഉണ്ടാക്കുന്നതെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ കോലധീരേശൻ എങ്ങനെയാണ്? ന്യായമായ ആവശ്യങ്ങള് സാധിച്ചു തരുന്ന കാമതനാണ്. അതുപോലെ തന്നെ വേണ്ടാത്ത ആഗ്രഹങ്ങളെ ചുട്ടരിച്ചു കളയുന്ന ഒരു കാമാന്തകനാണ്. അങ്ങനെ വിവേകരൂപിയായ പിതാവാണ് ഇവിടെ ആര്? കോലധീരേശൻ. അടുത്തായിട്ട് പറയുന്നത് കാരുണ്യ പയോധിയാണ്. കാരുണ്യ പയോധി, പയോധി എന്ന് പറഞ്ഞാൽ കടൽ, സാഗരം എന്നൊക്കെയാണ് അർത്ഥം. കാരുണ്യ കടലാണ് അവിടുന്ന്, കാരുണ്യ സാഗരമാണ് അവിടുന്ന്. അങ്ങനെയുള്ള കോലധീരേശൻ എനിക്ക് എന്ത് തരണം? രോഗാദികളെല്ലാം ഒഴിവാക്കണം. അവിടുത്തെ പദധാരികളിൽ എപ്പോഴും ഭജിച്ച് എനിക്ക് ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കാനൊക്കെ അനുഗ്രഹം തരണേ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഏകീടണമേ സൗഖ്യം എനിക്കൻപൊടി ശംഭോ. അതാണ് ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്ന ഭക്തൻ ഭഗവാനോട് പറയുന്ന ആ പ്രധാനപ്പെട്ട ആവശ്യം. എനിക്ക് സൗഖ്യം തരണം, എനിക്ക് സുഖം തരണം, രോഗാദികളെല്ലാം അകന്ന് ആരോഗ്യത്തോടെ ഇരുന്ന് നല്ല കാര്യങ്ങളൊക്കെ, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കാനുള്ള ഒരു സുഖം, അനുഗ്രഹം എനിക്ക് തരണേ. അടുത്ത ശ്ലോകം 7ാമത്തെ പദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം തരണം ശ്രീ കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ. അടുത്ത പറയുവാണ്, ഭഗവാനോട് പറയുവാണ്, ഭഗവാനെ കോലധീരേശ എനിക്ക് ദാരിദ്ര്യ മഹാദുഃഖം ഉണ്ടാകരുത്. ഏറ്റവും വലിയൊരു ദുഃഖം, മഹാദുഃഖമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ശിവപുരാണത്തിൽ ഒരു കഥ തന്നെയുണ്ട്. ശിവഭഗവാൻ പാർവതി ദേവിയോട് ചോദിക്കുന്നു, ദേവി ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്നാണ് ദേവിയുടെ അഭിപ്രായം. അപ്പൊ ദേവി അമ്മയാണല്ലോ, അതുകൊണ്ട് ദേവി പറയുന്നു പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. പുത്രദുഃഖം എന്ന് പറയുമ്പോൾ അനപത്യ ദുഃഖം, അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം, ഉണ്ടായ കുഞ്ഞുങ്ങൾ തന്നെ പിഴച്ചു പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖം, അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു,
ദാരിദ്ര്യമാണ് അതിലും വലിയ ദുഃഖം എന്ന് പറയുന്നത്. അത് തെളിയിക്കാനായിട്ട് ഭഗവാൻ ദേവിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവര് ഒരു ചെറ്റക്കുടില് എത്തിച്ചേരുന്നു. അവിടെ ഒരു അമ്മയുണ്ട്, 5-8 മക്കളും ഉണ്ട്. ഒട്ടിയ കവിളും ഒട്ടിയ വയറും കുഴിയിലാണ്ട കണ്ണുകളും ഒക്കെ ആയിട്ട് പേക്കോലങ്ങൾ എന്ന് പറയുന്ന പോലെ രൂപമാണ് ആർക്ക്? അമ്മയ്ക്കും മക്കൾക്കും. ദാരിദ്ര്യം, ഭയങ്കര കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ദാരിദ്ര്യത്തില് പെട്ട് ഓരോ കുഞ്ഞുങ്ങളും പിടഞ്ഞു വീണ അമ്മയുടെ മുമ്പിൽ കിടന്ന് മരിച്ചു വീഴുകയാണ്. അമ്മയാണെങ്കിൽ വാവിട്ട് നിലവിളിക്കുന്നു. അപ്പോൾ ദേവി പറയുന്നു, നോക്കൂ ഭഗവാനെ, പുത്രദുഃഖമല്ലേ ഏറ്റവും വലുത്, ആ അമ്മയുടെ കരച്ചിൽ കണ്ടോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദേവി അല്പം ക്ഷമിക്കൂ, നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ 8 മക്കളും മരിച്ചു വീഴുന്നു. കരഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ തന്നെ തന്റെ വൈഭവത്തിൽ ഒരു പഴക്കുല ആ കുഞ്ഞ് കൂരയുടെ മുകളിലായിട്ട് ഇങ്ങനെ അവിടെ ഉണ്ടാക്കുന്നു. ഈ സ്ത്രീ ആ പഴക്കുല കണ്ടു. കുറെ ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട് വേച്ച് പ്രാഞ്ചി നടക്കാൻ പോലും ആകുന്നില്ല. പക്ഷെ ആ പഴക്കുലയുടെ അടുത്തേക്ക് പോയി അത് കഴിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അത് വളരെ കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ ആ അമ്മ ഒരു മകന്റെ ശരീരത്തില് ചവിട്ടി നിന്നുകൊണ്ട് അത് എത്തിപ്പിടിക്കാനായിട്ട് നോക്കുന്നു, സാധിക്കുന്നില്ല. അടുത്ത ആളുടെ ശരീരം എടുത്ത് അതിന്റെ മുകളിൽ വച്ചിട്ട് നോക്കുന്നു. അങ്ങനെ 8 മക്കളുടെയും ശവം അടുക്കി വെച്ചിട്ട് ആ അമ്മയ്ക്ക് ആ പഴം ലഭിക്കുന്നു. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, ദേവി ഏത് ദുഃഖമാണ് വലുത്? ദാരിദ്ര്യ ദുഃഖം തന്നെയല്ലേ വലുത്? അങ്ങനെയുള്ള ആ ദാരിദ്ര്യ മഹാദുഃഖം എനിക്ക് അണഞ്ഞിടരുതേ എന്നാണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഭൗതികമായ ദാരിദ്ര്യം മാത്രമല്ല, ആത്മീയമായ ദാരിദ്ര്യവും ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. ഇപ്പൊ ഈശ്വരൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈശ്വരനെ ധിക്കരിച്ചുകൊണ്ട് ഈശ്വരേച്ഛയിൽ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ആത്മീയമായ ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് പറയും. അതുപോലെ തന്നെ അറിവില്ലായ്മ ഒരു ദാരിദ്ര്യമാണ്. ശ്രീനാരായണ ഭഗവാൻ നമ്മുടെ അജ്ഞതയാകുന്ന ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പ്രയത്നിച്ച ആളാണ്. സ്നേഹമില്ലായ്മ ഒരു ദാരിദ്ര്യമാണ്. സമ്പത്തൊക്കെ ഉള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ സ്നേഹം കിട്ടുന്നില്ലായിരിക്കും, ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ. ചിലപ്പം അയാളുടെ പ്രവൃത്തി ദോഷം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്താണല്ലോ അതുമൊക്കെ ഇങ്ങനെ പല പല ദാരിദ്ര്യങ്ങളുണ്ട്. ഈ ദാരിദ്ര്യങ്ങളൊന്നും എനിക്ക്, ആ ദാരിദ്ര്യമാകുന്ന മഹാദുഃഖം എന്നിൽ അണയരുതേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയാണ്, എന്നിൽ നിന്ന് ദൂരത്തകലേണം മതം. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം. എനിക്ക് അഹന്തയുണ്ടാകരുതേ, എന്നിൽ അഹങ്കാരം ഉണ്ടാകരുതേ. അഹങ്കാരത്തിന്റെ പ്രവൃത്തികളൊക്കെ നമുക്കറിയാം, അത് ദുഷ്പ്രവൃത്തികളായിരിക്കും അഹങ്കാരം കൊണ്ടുണ്ടാകുന്നത്. മതവും മത്സരവും ഒന്നും ഉണ്ടാകും. മതത്തിന്റെ കൂട്ടുകാരനാണ് മാത്സര്യ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ. മതം ഉണ്ടാകുന്നിടത്ത് എന്തുണ്ട്? മത്സര ബുദ്ധിയുമുണ്ട്. എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലോ, മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനം ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്ക് വഴി. നമുക്ക് ആ ഗതിക്ക്, ഈശ്വര ഗതിക്ക്, ആ സദ്ഗതിക്ക് എന്താണ് മാർഗം എന്ന് പറയുന്നത്? മതവും മാത്സര്യവും ഒന്നും മനസ്സിൽ ഉണ്ടാകരുതേ. ഇവിടെയും ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ്, എനിക്ക് എന്തുണ്ടാകരുത്? മതം ഉണ്ടാകരുത്, ദൂരത്തകലേണം മതം. പിന്നെ അടുത്തായിട്ട് പറയുന്നു, എന്താ പറയുന്നത്? എനിക്കൊരു ഭാഗ്യം വേണം. എന്താണ്? എന്നും സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണം. സജ്ജനങ്ങളുടെ അടുത്ത് വസിക്കാൻ, സജ്ജന സംസർഗം ഉണ്ടാകാനുള്ള ഭാഗ്യം തരണേ ഭഗവാനെ. എപ്പോഴും സജ്ജനങ്ങളോടൊത്ത് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം വേണം എനിക്ക് തരാൻ. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, സജ്ജനങ്ങളോടൊത്ത് ജീവിച്ചാൽ നമുക്ക് അവരുടെ നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കും. നമ്മൾ കുറച്ച് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ അകന്ന് നമ്മൾ നല്ലവരായിട്ടൊക്കെ മാറും. അതേസമയം ദുർജന സംസർഗം, അവരുടെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങൾ, പകയും കുശുമ്പും അസൂയയും വിദ്വേഷവും ഒക്കെ നമ്മളിലേക്കും കൂടെ പകരുന്നു. നമ്മുടെ മനസ്സും കലുഷിതമാകുന്നു. നമുക്ക് അശാന്തിയും സമാധാനമില്ലായ്മയൊക്കെ കാരണമാകുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയുന്ന എപ്പോഴും സജ്ജനങ്ങളോടുള്ള സംസർഗം ഉണ്ടാകണേ. അതാണ്
ഭക്തന്റെ ഇവിടുത്തെ പ്രാർത്ഥന. ശിവലിംഗദാസ സ്വാമികൾ ഗുരുഷക്കത്തില് ഭഗവാനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ശ്രിതാനാം ശുദ്ധിഹേതവേ. എന്താണെന്ന് പറഞ്ഞാല് ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിക്ക് കാരണമായവനെ. ശ്രീനാരായണ ഗുരുദേവനെ ആശ്രയിക്കുന്നവരുടെ മനസ്സിലെ മാലിന്യങ്ങളെ ഒക്കെ ഇല്ലാതാക്കി അവരുടെ മനസ്സൊക്കെ ശുദ്ധമാക്കി അവരുടെ ശുദ്ധിക്ക് കാരണമായിട്ടുള്ള ഭഗവാനെ എന്നാണ് ശിവലിംഗദാസ സ്വാമികള് ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായിട്ടുള്ള സ്വാമികള് വിളിച്ചിരിക്കുന്ന ശ്രീതാനാം ശുദ്ധിഹേതവേ. വേലു എന്ന് പറയുന്ന ഒരു മുടിവെട്ടുകാരൻ, കൊലപാതകിയായ വേലു ശ്രീനാരായണ ഗുരുദേവന്റെ സമീപത്തെത്തിയിട്ട് നമുക്കറിയാം ആ സംസർഗം കൊണ്ട് ഒരു സിദ്ധ പുരുഷനായി മാറിയ ചരിത്രം നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സജ്ജന സംസർഗം എന്നിൽ ഉണ്ടാകണമേ എന്നാണ് ഇവിടെ ഭക്തന്റെ പ്രാർത്ഥന. എന്നിൽ എന്റെ അടുത്തേക്ക് മതം അല്ലെങ്കിൽ അഹന്ത വരരുതേ, അത് ദൂരത്തകലണേ. അതുപോലെ തന്നെ എനിക്ക് സജ്ജനങ്ങളുടെ സമീപം വസിക്കാനായിട്ട് ഭാഗ്യം തരണേ. ദാരിദ്ര്യ മഹാദുഃഖവും ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും എന്നിൽ അണഞ്ഞിടരുതേ. അടുത്ത 8ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ചാബല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങൾ ഒഴിച്ചാളണമെന്നല്ലിനി നിത്യം പാപാപഹമാം നിൻപദമോർക്കായി വരണമേ കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ. അവിടെ എന്താണ് പറയുന്നത്? ഭഗവാനെ, ചാബല്യവശാൽ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കണേ. ഞാൻ അനേകം പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചപലത കൊണ്ടാണ്, ചാബല്യം കൊണ്ടാണ്. അതൊക്കെ പുറത്തു തരണേ. ഇവിടെ ചാബല്യം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ നകന്ന മായാഭ്രമത്തിലൊക്കെ പെട്ട് ഞാൻ പാപങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഗദ്യ പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ, നീ എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണം. അപ്പൊ ഇവിടെ കോലധീരേശനോട് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ചാബല്യം കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ പുറത്ത്, അതുകൊണ്ടുണ്ടായ താപങ്ങളൊക്കെ ഒഴിച്ച്. തീർച്ചയായും പാപങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ താപമാണ്, ദുഃഖമാണ്. അതൊക്കെ എന്നിൽ നിന്ന് അകറ്റി എന്നെ രക്ഷിക്കണേ. എന്നിട്ട് എന്താണ്? പാപാപഹമാം നിൻ പദമോർക്കായി വരണം. അതാണ് ഇവിടെ ഭക്തന് ഭഗവാനോടുള്ള പ്രാർത്ഥന. പാപാപഹം, പാപം പാടേ ഇല്ലാതായ ആ പദം എന്റെ മനസ്സിൽ എപ്പോഴും ഓർക്കായി വരണേ. എപ്പോഴും ഈശ്വര ചിന്ത ഉണ്ടാകണേ. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം എനിക്ക് അവിടുത്തെ ചിന്ത മാത്രം ഉണ്ടാകണേ. ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. അങ്ങനെ സകല സമയവും ഈശ്വര ചിന്ത മാത്രമായിരിക്കണമേ എൻ്റെ ഉള്ളിൽ എന്നാണ് ഭഗവാനോട് ഈ പദ്യത്തിലൂടെ ഭക്തൻ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ 8 ശ്ലോകങ്ങളില് 8 അർത്ഥനകളാണ് ഇവിടെ ഭക്തൻ നടത്തുന്നത്. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ, അപ്പൊ ഈ അർത്ഥനകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്താണ്? എന്താണ് നമ്മൾ അർത്ഥിക്കേണ്ടത്? നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ ചെന്നാൽ എന്താണ്? സമ്പത്ത് വേണം, പദവി വേണം, അധികാരം വേണം, അല്ലെങ്കിൽ എന്താണ് ഐശ്വര്യം വേണം, ജോലി വേണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് നമ്മൾ നിരത്തുന്നത്. പക്ഷെ ഇവിടെ ഭക്തൻ എന്താണ് പറയുന്നത് നോക്കിക്കേ. എന്തൊക്കെയാണ് പറയുന്നത്? എന്നെ പാലിക്കണം, എനിക്ക് സന്മതി തരണം, സുജനാനാം ചാരത്ത് വസിക്കാൻ, അതായത് സജ്ജന സംസർഗം എനിക്ക് ഉണ്ടാകണം, എനിക്ക് സൗഖ്യം ഉണ്ടാകണം, പിന്നെ എന്താണ് അവിടുത്തെ പാപാപഹമാം പദമോർക്ക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവയൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അല്ലാതെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ അല്ല. നമ്മളെ ഇതൊന്നും പ്രാർത്ഥിക്കാതെ തന്നെ നമുക്ക് എല്ലാം അറിഞ്ഞു ചെയ്യുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ വേണ്ട കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്തൂടെ നമുക്ക് പറഞ്ഞു തരാണ് സമാധാനത്തോടെ ജീവിക്കാനായിട്ട്, സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വര ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, നമുക്കെല്ലാം ഉണ്ടായിക്കോളും. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ഭൗതിക സുഖങ്ങളൊക്കെ അറിഞ്ഞ് ഭഗവാൻ നൽകുകയും ചെയ്യും.
അപ്പൊ 8 ശ്ലോകങ്ങളിലൂടെ തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് അടുത്തത് ഭഗവാന്റെ മഹിമാതിരേകത്തെ ഭക്തൻ പാടി പുകഴ്ത്തുകയാണ് 9ാമത്തെ ശ്ലോകത്തിൽ. ധാതാവിനു മാധവനും കോടിയമേയം വേദാവധി നിൻ വൈഭവമാരാണുര ചെയ്യുവാൻ ഏതാനും ഇവനുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ. ഇനി അവിടുത്തെ വൈഭവത്തെ കുറിച്ച്, അവിടുത്തെ മഹിമാതിരേകത്തെ കുറിച്ച് പറയുകയാണ്. ധാതാവിനും ആ മാധവനും കൂടി അമേയമാണ് അവിടുത്തെ വൈഭവം. ധാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, മാധവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും, അതായത് ത്രിമൂർത്തികളിൽപ്പെട്ട 2 പേർക്ക്, സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണഭൂതരായ അവർക്ക് പോലും അമേയമാണ് അവിടുത്തെ വൈഭവം. അമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? അളക്കാൻ പാടില്ലാത്തതാണ്. അവർക്ക് പോലും പ്രാപ്യമല്ലാത്ത അങ്ങയെ സാധാരണക്കാരായ ഞങ്ങൾ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? നിന്റെ വൈഭവത്തെ എങ്ങനെയാണ് ഞങ്ങൾ പ്രകീർത്തിക്കുന്നത്? കാരണം ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പോലും അത് പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ. ഇതൊരു കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ശിവലിംഗത്തിന്റെ മുകളറ്റവും താഴറ്റവും കണ്ടുപിടിക്കാനായിട്ട്, അഗ്രഭാഗം കണ്ടുപിടിക്കാനായിട്ട് ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി ഒരു മത്സരം അല്ലെങ്കിൽ പോകുന്നു, അല്ലെ? ബ്രഹ്മാവ് മുകളിലേക്ക് അരയന്നമായിട്ട് പോകുന്നു, മഹാവിഷ്ണു താഴേക്ക് പന്നിയുടെ രൂപത്തിൽ പോകുന്നു. സദാശിവ ദർശനം എന്ന് പറയുന്ന കൃതിയില് ഗുരുദേവൻ പറയുന്നുണ്ട്, അടിക്ക് പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നടുത്ത് കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. അല്ലെ? അടിക്ക് പന്നിയായിട്ട് മഹാവിഷ്ണു പോയി, നിന്റെ മുടിക്ക് ഒരു അന്നമായിട്ട് ആര് പോയി? ബ്രഹ്മാവ് പോയി. പക്ഷെ ഇന്നും അഗ്നിശൈലമേ നിന്നെ കണ്ടെത്താൻ, ആ അഗ്രഭാഗം കണ്ടെത്താൻ അവർക്ക് പോലും സാധിച്ചില്ല. ഇന്നും അവരെന്താണ്? അത് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പോലും വർണ്ണിക്കാനാകാത്ത, പ്രാപിക്കാനാകാത്ത നിന്നെ, അളക്കാനാകാത്ത നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാപിക്കുന്നത്, എങ്ങനെയാണ് ഭജിക്കുന്നത് എന്നൊക്കെ ഭക്തൻ ഇവിടെ ചോദിക്കുവാണ്. ധാതാവിനും ആ മാധവനും കൂടി അമേയം വീതാവധി നിൻ വൈഭവം ആരാണുര ചെയ്യുവാൻ. എന്നിട്ട് പറയുവാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ? ഏതാനും അഭിലാഷങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ മഹിമാതിരേകം അത്രയ്ക്ക് വലുതാണ്. നിന്റെ മഹിമയെ, നിന്റെ വൈഭവത്തെ ആർക്ക് പാടി പുകഴ്ത്താനായിട്ട് സാധിക്കും? അടുത്ത ശ്ലോകത്തോടുകൂടി, അത് അടുത്ത പദ്യത്തോടുകൂടി കോലധീരേശ സ്തവം 10 പദ്യങ്ങൾ അടങ്ങിയ ഈ സ്തവം തീരുകയാണ്. അതിന്റെ അവസാനത്തെ പദ്യം ഇങ്ങനെയാണ്: മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിങ് നിരർത്ഥധ്വനിയാണെന്റെ പുലമ്പൽ, ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ കോലത്ത് കരക്കോവിലിൽ വാഴും പരമേശൻ. ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അല്ലയോ ഭഗവാനെ, അതിന്റെ തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഞാൻ കുറച്ച് അഭിലാഷങ്ങൾ, എന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. അത് പറയാൻ തന്നെ എനിക്ക് കുറച്ച് മാലുണ്ട്, എനിക്ക് കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാലുണ്ട തുരപ്പാൻ കഴിവില്ല എനിക്ക്. പക്ഷെ അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അതിനുള്ള ഭാഷ എനിക്ക് വശമില്ല. എന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഭാഷ എനിക്കറിയില്ല. കാരണം എന്തുപോലെയാണത്? ഒരു ശിശുവിന്റെ പുലമ്പൽ പോലെ നിരർത്ഥധ്വനിയാണ്. ഒരു ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൊച്ചുകുട്ടി, ഒരു 6 മാസമോ ഒരു വയസ്സ് പോലും തികയാത്ത, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങൾ എന്ന് കവി പറഞ്ഞിരിക്കുന്ന പോലത്തെ കുഞ്ഞു ശിശുക്കള്, അല്ലെ? ആ ശിശുക്കൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ശബ്ദമൊക്കെ ആയിരിക്കും അവർ പുറപ്പെടുവിക്കുന്നത്. വാക്കൊന്നും പറയാൻ അവരായിട്ടില്ല. എന്തെങ്കിലും ഓരോ ശബ്ദങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ, കരച്ചിലും ഇങ്ങനെയുള്ള ശബ്ദം പുറപ്പെടുവിക്കലും ഒക്കെയാണ് അവരുടെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, അല്ലെ? അമ്മയെ കണ്ടില്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ പേടി തോന്നിയാൽ കരയും, വിശന്നാൽ കരയും, മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ കരയും. ഇങ്ങനെയുള്ള ഏത് സമയത്തും എന്താണ്? കരച്ചിലും ഒക്കെയാണ്. പക്ഷെ ഇത് മനസ്സിലാകുന്നത്, ഈ ശിശുവിന്റെ ഭാഷ മനസ്സിലാകുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആരാണ്? അമ്മ.
അമ്മയ്ക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേനെ ഒരു കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ അമ്മമാർ ഇങ്ങനെ വിശദീകരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അല്ലെ, അവൻ ഇതാ പറഞ്ഞത്, അല്ലെ അവന് കുട്ടി കരയുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് അറിയാം, അയ്യോ അവന് വിശക്കാറായിട്ടുണ്ട്, പാല് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ ഓരോ കാര്യവും അമ്മയ്ക്കറിയാം. അതറിഞ്ഞ അമ്മ ചെയ്യും അല്ലെ. കുട്ടി ആവശ്യപ്പെടാതെ തന്നെ, ശിശു ആവശ്യപ്പെടാതെ തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഭക്തൻ ആവശ്യപ്പെടാതെ തന്നെ എന്ത് ചെയ്യും? ഭഗവാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആളാണ്. എല്ലാം അറിഞ്ഞ് ഭഗവാൻ ഇവൻ ഇന്ന് എടുത്തു ചൊല്ലേണമോ? എടുത്തു ചൊല്ലേണ്ട ആവശ്യമില്ല, എല്ലാം അറിയാം. നമ്മള് അമ്പലത്തിലൊക്കെ പോയി അവിടെ അങ്ങ് നിന്നാ മതി അല്ലെ, നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം. അറിഞ്ഞ് നമുക്ക് നൽകുന്ന ആളാണ് ഭഗവാൻ. പക്ഷെ ഇവിടെ ശിശു കരയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഭക്തൻ ഇവിടെ എന്താണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഭക്തൻ പറയുകയാണ്, എനിക്ക് പല ദുഃഖങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ഭാഷ എനിക്ക് വശമില്ല. ഒരു ശിശുവിന്റെ നിരർത്ഥധ്വനി പോലെ, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കുട്ടി പറയുന്നതിന്. എന്തെങ്കിലുമൊക്കെ വാക്ക് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നിരർത്ഥകമായ എന്തെങ്കിലും ശബ്ദങ്ങളായിരിക്കും പുറപ്പെടുവിക്കുന്നത്. അതുപോലെയാണ് ഭഗവാനെ എന്റെ പുലമ്പൽ. ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ അത് വെറും പുലമ്പൽ മാത്രമാണ്. എനിക്കത് മുഴുവൻ, എന്റെ ദുഃഖങ്ങൾ മുഴുവൻ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് എനിക്ക് ശേഷിയില്ല, എനിക്ക് കഴിവില്ല. എനിക്ക് ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ. അമ്മ ശിശുവിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെ, ഒരു ശിശുവിന് അമ്മ എങ്ങനെയാണോ അതുപോലെ എന്റെ ഭഗവാൻ കോലധീരേശ അവിടുന്ന് എനിക്ക് ആലംബനമാകണം, ആശ്രയമാകണം. അംബാസമം എന്ന് പറയുമ്പോൾ അവിടുന്ന് പാർവതീ ദേവിയോടൊപ്പമാണല്ലോ ഇരിക്കുന്നത്, അമ്മയോടൊത്ത് വന്ന് എന്നും അർത്ഥമെടുക്കാം. എന്തും എടുക്കാം. അമ്മയെ പോലെ ഒരു ശിശുവിന്റെ ദുഃഖങ്ങള്, ഒരു ശിശുവിന്റെ വേദനകള്, അവന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു അമ്മയെ പോലെ അവിടുന്ന് എൻ്റെ അടുത്തെത്തി എന്ത് ചെയ്യണം? എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരണം, എനിക്ക് ആലംബനമാകണം. അപ്പം വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. ഈശ്വരനെ നമ്മൾ എങ്ങനെ സമീപിക്കണം? ഒരു ശിശുവിന്റെ നിഷ്കളങ്കതയോടെ, അതേ ദൈവികതയോടെ വേണം നമ്മൾ ഈശ്വരനെ സമീപിക്കാൻ. ഒരു കള്ളത്തരവുമില്ല ഒരു ശിശു എന്ന് പറയുമ്പോൾ. അങ്ങനെ വേണം നമ്മൾ ഈശ്വരനെ സമീപിക്കാൻ. അങ്ങനെ ആയാൽ ഈശ്വരൻ എന്ത് ചെയ്യും? കോലധീരേശൻ എന്ത് ചെയ്യും? അമ്മയെ പോലെ വന്ന് നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മളെ പാടേ അകറ്റിത്തരും. ഈ 10 പദ്യങ്ങളില് ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾക്ക് എത്രമാത്രം അറിവും കൂടെ പറഞ്ഞു തരും. നമ്മളെ ആത്മബോധത്തിലേക്ക് ഉണർത്തുന്ന ഒരു കൃതി കൂടിയാണ് കോലധീരേശ സ്തവം. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത്, ഇതൊരു സ്തോത്ര കൃതിയാണെങ്കിലും ഇത് പ്രബോധനാത്മകൃതിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കോലധീരേശനെ പ്രതിഷ്ഠിച്ച് കോലധീരേശ സ്തവം രചിച്ചു കൊടുത്ത ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം. നിത്യപ്രാർത്ഥനയായിട്ട് എല്ലാവരും ഇത് വീടുകളിൽ ചൊല്ലണം, കാണാതെ പഠിക്കണം, അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയും വേണം. നമ്മുടെ ദുഃഖങ്ങളൊക്കെ അകറ്റുന്ന ആ കോലധീരേശനെ, ആ പരബ്രഹ്മമൂർത്തിയെ വണങ്ങിക്കൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ, ശ്രീനാരായണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.